ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹാബത്തിഹി വമൻ വാലാ സുമ്മ അമ്മാ ബഅദ്. കഴിഞ്ഞ ഹദീസ് എന്തേനി? തൊട്ടുമുമ്പത്ത് ഉസ്മാൻ ബിൻ അബിൽ ആസിൽ എന്നുള്ള ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അൻത ഇമാമുഹു വഖ്തദി ബി അദ്അഫിഹിം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തോട് ഉപദേശിച്ച ഹദീസ്. ഇനി ഇവിടെ അടുത്ത ഹദീസ് عن مالك بن الحويرث رضي الله عنه قال لنا النبي صلى الله عليه وسلم إذا حضرت الصلاة فليؤذن لكم أحدكم أخرجه السبع الحديث ഈ ഹദീസിന് തുടർച്ചയുണ്ട്. طيب രണ്ടാമത്തേത് عن جابر أن رسول الله صلى الله عليه وسلم قال لبلال إذا أذنت فترسل وإذا أقمت فاحضر واجعل بين أذانك وإقامتك قدر ما يفرغ الآكل من أكله رواه الترمذي وضعفه. لا إيش رواه الترمذي وضعفه. وله عن أبي هريرة رضي الله عنه أن النبي صلى الله عليه وسلم قال لا يؤذن إلا متوضع وضعفه أيضا. അല്ലേ? ഇവിടെ ഒന്നാമത്തെ ഹദീസ് അൻ മാലിക് ഇബ്നുൽ ഹുവൈരിസ് റളിയല്ലാഹു അൻഹു قال لنا النبي صلى الله عليه وسلم إذا حضرت الصلاة فليؤذن لكم أحدكم أخرجه السبع. عن مالك بن الحويرث مالك ابن الحويرث رضي الله تعالى عنه അദ്ദേഹം അബു സുലൈമാൻ ഉല്ലൈസി ആണ് അദ്ദേഹത്തിൻ്റെ വിളിപ്പേര്. അബു സുലൈമാൻ അല്ലൈസി ബനു ലൈസ് ഗോത്രക്കാരനാണ്. മാലിക് ബിൻ ഹുവൈരിസ് ഹിജ്റയുടെ 74 അദ്ദേഹം. ഹിജ്റയുടെ 74 അദ്ദേഹം മരണപ്പെടുന്നത്. ഈ മാലിക് ഇബിൻ അൽ ഹുവൈരിസ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അടുക്കൽ മദീനയിൽ ഒരു സംഘം യുവാക്കളോടൊപ്പം വന്നിട്ട് അവിടെ താമസിച്ച് മദീനയിൽ താമസിച്ച് അങ്ങനെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് താമസിച്ചപ്പോൾ പിന്നെ കുറേ ദിവസങ്ങൾ നീണ്ടു നിന്ന് ഒക്കെ യുവാക്കളാണ്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ദീന് പഠിപ്പിച്ചതിന് ശേഷം മാലിക് ബിൻ ഹുവൈരിസ് പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ റഹീമുർ റഖീഖുമായിരുന്നു. റഹീമുർ റഖീഖ് എന്ന് പറഞ്ഞാൽ റഹീം എന്ന് പറഞ്ഞാൽ കാരുണ്യവാനായിരുന്നു, റഖീഖ് എന്ന് പറഞ്ഞാൽ ലോല ഹൃദയനായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തെ കാണാൻ ആഗ്രഹമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കി. കുറച്ച് ദിവസം റസൂലുള്ളാഹിൻ്റെ കൂടെ നിന്ന് അങ്ങനെ രാത്രി പിന്നെ ഒക്കെ അവിടെ താമസിക്കുക തന്നെയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീന് പഠിപ്പിക്കാണ്. പിന്നെ മാലിക് ബിൻ ഹുവൈരിസ് പറയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തോട് കണ്ടുമുട്ടാൻ ആഗ്രഹമുണ്ട് എന്ന് മനസ്സിലാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കുടുംബത്തിലേക്ക് പോവുക, എന്നിട്ട് നിങ്ങൾ അവരെ നമസ്കാരം കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞ ഉപദേശങ്ങളിൽ ഒരു ഉപദേശമാണ് എന്ത്? ഇദാ ഹദറത്തി സ്വലാത്ത് ഫല്യുഅദ്ദിൻ ലക്കും അഹദുക്കും. ഉണ്ടോ? ആ ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഉപദേശമാണിത്. അതുകൊണ്ടാണ് ഇവിടെ പിന്നെ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ അൽ ഹദീസ്, ഈ ഹദീസിന് എന്തുണ്ട്? തുടർച്ച ഉണ്ട് എന്ന് പറയുന്നത്. ഇത് പ്രസിദ്ധമായ ഹദീസാണ്. അതുകൊണ്ടാണ് അഖ്റജഹു സബഅ എന്ന് പറഞ്ഞാൽ ആരൊക്കെ? ബുഖാരി, മുസ്ലിം, പിന്നെ സുനനുൽ അർബ, അതേപോലെ തന്നെ ഇമാം അഹ്മദ് മുസ്നദിൽ എല്ലാവരും റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ മാലിക് ഇബ്നുൽ ഹുവൈരിസ് അബു സുലൈമാൻ ഉല്ലൈസി റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു അൻഹു പറയാണ് ഖാല ലന അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖാല ലന ഞങ്ങളോട് പറഞ്ഞു, അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ യുവാക്കൾ അവർ യുവാക്കളുടെ കൂട്ടായിരുന്നു. ഞങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? അത് നമ്മുടെ വിഷയം. ഇദാ ഹദറത്തി സ്വലാ നമസ്കാരം ആസന്നമായാൽ, ഇദാ ഹദറത്തി സ്വലാ നമസ്കാരം ആസന്നമായാൽ ഫല്യുഅദ്ദിൻ ലക്കും നിങ്ങൾക്ക് വേണ്ടി ബാങ്ക് വിളിക്കട്ടെ അഹദുക്കും നിങ്ങളിൽ ഒരാൾ. ഫല്യുഅദ്ദിൻ ലക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബാങ്ക് വിളിക്കട്ടെ, അദാൻ കൊടുക്കട്ടെ. അഹദുക്കും നിങ്ങളിൽ ഒരാൾ. ഹദീസ് വളരെ വ്യക്തമാണ്. അതായത് നിസ്കാരത്തിന് എന്ത് ചെയ്യണം? ബാങ്ക് വിളിക്കണം എന്നുള്ളതാണ്.
അപ്പം നമസ്കാരം ഹാജരായാൽ ബാങ്ക് വിളിക്കാനാണ്. നമസ്കാര സമയം ഹാജരായാൽ ഇത് കിട്ടുക. ശരിക്കും ബാങ്ക് എപ്പോഴാണ്? നമസ്കാരം ഹാജരായാൽ ഇക്കാമത്താണ്. നമസ്കാര സമയമായി എന്നറിയിക്കാനാണ് ഒരു ബാങ്ക്. അതുകൊണ്ടാണ് ബാങ്ക് നിസ്കരിക്കുന്നതിൻ്റെ കുറേ മുമ്പ് ബാങ്ക് കൊടുക്കും, സമയമായ ഉടനെ തന്നെ. ഈ ഹദീസ് ഉള്ളത് കാരണത്താൽ പണ്ഡിതന്മാർക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. നമസ്കാരത്തിനാണോ ബാങ്ക്, നമസ്കാര സമയമായി എന്നറിയിക്കാനാണോ ബാങ്ക്? നമസ്കാരത്തിനാണോ ബാങ്ക്, അതല്ല നമസ്കാര സമയമായി എന്നറിയിക്കാനാണോ ബാങ്ക്? ബാങ്ക് എന്താണ്? വിളംബരാണ്, ഏലാമാണ്, അറിയിപ്പാണ്. പക്ഷേ ഈ അറിയിപ്പ് നിസ്കാരത്തിനാണോ അതല്ല നിസ്കാര സമയമായി എന്നറിയിക്കാനാണ്? ഒരു വിഭാഗം ആളുകൾ നിസ്കാരത്തിനാണ് എന്ന് പറഞ്ഞ് അവർ ഈ ഹദീസാണ് തെളിവ് പിടിച്ചത്. യഥാർത്ഥത്തിൽ നമസ്കാര സമയം ആയി എന്നറിയിക്കാനാണ് എന്ത്? ബാങ്ക്. നമസ്കാര സമയമായി എന്നറിയിക്കാനാണ് ബാങ്ക്. ഈ ഹദീസിനെ മറ്റ് ഹദീസുകൾ വെച്ചിട്ടാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. ചിലർ പറഞ്ഞ നിസ്കാരത്തിന് എല്ലാ നിസ്കാരത്തിനും ബാങ്ക് കൊടുക്കണം. ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമസ്കാരത്തിനാണ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും എല്ലാ നിസ്കാരത്തിനും ബാങ്ക് കൊടുക്കണമെന്ന് വരും. അതേസമയം നമസ്കാര സമയമായി എന്നറിയിക്കാനാണ് ബാങ്ക് എങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ ബാങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കേട്ടാൽ പിന്നെ നമ്മൾ നിസ്കരിക്കണമെങ്കിൽ നമ്മളുടെ മേൽ ബാങ്ക് എന്തില്ല? നിർബന്ധമല്ല. ഫർദ് കിഫയാണ്. അത് അവർ കൊടുത്ത് അതോടുകൂടി എന്തായി? എല്ലാവരും കുറ്റവിമുക്തരായി. മനസ്സിലായ? അതാണ്. അപ്പം നമസ്കാരത്തിനാണ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ബാങ്ക് കൊടുക്കണം, എല്ലാ നിസ്കാരത്തിനും. അതേസമയം നമസ്കാര സമയമായി എന്നറിയിക്കാനാണ് എങ്കിൽ നമസ്കാര സമയമായി എന്നറിയിക്കാനുള്ള ബാങ്ക് കൊടുത്തു കഴിഞ്ഞ് പിന്നെന്താ? അത് ഇക്കാമത്ത് കൊടുത്തിട്ട് നിസ്കരിച്ചാൽ മതി. മനസ്സിലായി? അതാണ് അവിടെ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഒരു വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിപ്പോൾ നമ്മൾ ഇതിന് മുമ്പത്തെ ഹദീസിൽ, കുറച്ച് മുമ്പുള്ള ഹദീസിൽ പറഞ്ഞില്ലേ, അനസിൽ നിന്നൊക്കെയുള്ള ഹദീസിൽ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നിസ്കാര സമയത്ത് ഉറങ്ങിപ്പോയി. ഫജ്ർ നിസ്കാരം യാത്ര ഖൈബർ യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ ബിലാൽ എന്നിവരെ ഉണർത്താൻ വേണ്ടിയിട്ട് നിർത്തിയതിൽ പക്ഷേ ഉറങ്ങിപ്പോയി. ബിലാൽ ഉറങ്ങിപ്പോയി. അങ്ങനെ നമസ്കാരം. ആ ഹദീസിൽ ബിലാൽ എന്ത് ചെയ്ത്? ബാങ്ക് വിളിച്ചു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാലിനോട് കൽപ്പിച്ചു. അപ്പോൾ ബിലാൽ ബാങ്ക് കൊടുത്ത് പിന്നെ ഇക്കാമത്ത് കൊടുത്തതാണ്. അപ്പോൾ അത് നമസ്കാര സമയമായി എന്നറിയിക്കാനല്ലോ. അങ്ങനെയാണെങ്കിൽ സമയം എപ്പോഴാണ്? ഫജറിൻ്റെ ടൈമിലല്ലേ. അപ്പോൾ നിസ്കാരത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ബാങ്ക് കൊടുക്കണം എന്ന് പറഞ്ഞവർ അതിന് എന്ത് ചെയ്ത്? ആ സംഭവം കൂടി അതിനെ കൂട്ടുപിടിച്ചിട്ടുണ്ട്. ഏതായാലും ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ എൻ്റെ ഹുക്കുമിനെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായ വ്യത്യാസമുണ്ട്. നമ്മളത് പറഞ്ഞു പോയി. പലരും അത് ബാങ്ക് വിളി നിർബന്ധമാണ് എന്നുള്ള പക്ഷക്കാരാണ്, പ്രത്യേകിച്ച് ബാഹിരി മദ്ഹബിൻ്റെ ഫുഖഹാക്കൾ. അതേസമയം ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞത് എന്താണ്? അത് നിർബന്ധമാണെന്ന് പറയാൻ പറ്റില്ല. ബാങ്ക് വിളി നിർബന്ധമാണ് എന്ന് പറയാൻ പറ്റില്ല, ഫർദ് ഐനാണ് എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇവിടെ ഇദാ ഹദറത്തിസ് സലാ ഫല്യുഅദ്ദിൻ ലക്കും അഹദുക്കും, നിങ്ങളിൽ ഒരാൾ എന്നാണ്. അവിടെ നിങ്ങളിൽ ഒരാൾ എന്നുള്ളതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആരാ ബാങ്ക് കൊടുക്കേണ്ടത്? ബാങ്ക് മുസ്ലിമീങ്ങളാണ് കൊടുക്കേണ്ടത്. കാരണം നിങ്ങളിൽ ഒരാൾ ബാങ്ക് കൊടുക്കട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ കാഫിറല്ല ബാങ്ക് കൊടുക്കേണ്ടത് മുസ്ലിമാണ്. പിന്നെ ഇവിടെ നിങ്ങളിൽ ഒരാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കി ഏതൊരാൾക്കും ബാങ്ക് കൊടുക്കാമെന്നാണ്. പക്ഷേ ബാങ്ക് കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിലരെ പ്രത്യേകമാക്കി. അതാരാ? നല്ല ശബ്ദമുള്ള ആളെ, നല്ല ശബ്ദമുള്ള ആളെ. അപ്പോൾ ഈ ഹദീസിൻ്റെ പൊതുപ്രയോഗത്തെ മറ്റ് ഹദീസുകൾ പ്രത്യേകമാക്കിയത് പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുള്ള ഇബ്നു സെയ്ദ് ഇബ്നു അബ്ദുർ റബ്ബിഹി സ്വപ്നം കണ്ട് ബാങ്കിൻ്റെ ലഫ്ലുകൾ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ ബിലാലിനെ പഠിപ്പിക്കുക, ബിലാലാണെന്ത് നിങ്ങളെക്കാൾ ശബ്ദമുള്ള ആൾ എന്ന് പറഞ്ഞു. അങ്ങനെ ബിലാലിനോടാണ് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞത്, അദ്ദേഹത്തെ പഠിപ്പിക്കാൻ പറഞ്ഞു. അതേപോലെ തന്നെ അബൂ മഹ്ദൂറയുടെ ഹദീസിൽ അബൂ മഹ്ദൂറയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാങ്ക് പഠിപ്പിക്കുകയാണ്. കുറേ ആളുകളിൽ നിന്ന് അദ്ദേഹത്തെ സെലക്ട് ചെയ്യണം. കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ ശബ്ദം നല്ല ശബ്ദമായിരുന്നു, നല്ല ശബ്ദം, ഒച്ചയുള്ള ശബ്ദമായിരുന്നു എന്നതിനാൽ. അപ്പോൾ ഇവിടെ ഫല്യുഅദ്ദിൻ ലക്കും അഹദുക്കും, നിങ്ങളിൽ ഒരാൾ ബാങ്ക് വിളിക്കട്ടെ എന്നാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് മുഅദ്ദിൻ മുഅ്തമിനാണ്. മുഅദ്ദിൻ മുഅ്തമിനാകണം. ഏതൊരാളും ബാങ്ക് വിളിക്കുക എന്നുള്ളതില്ല. ബാങ്ക് വിളിക്കുന്നവൻ ബാങ്കി അയാളെ എല്ലാവരും വിശ്വാസം അർപ്പിക്കും. അയാൾ ഫജറിന് നോമ്പിന് ബാങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യും? ഭക്ഷണ പദാർത്ഥങ്ങൾ നിർത്തിവെക്കും. അയാൾ ബാങ്ക് വിളിക്കണിട്ടാണ് നിസ്കാരം തുടങ്ങും. അപ്പോൾ അയാൾ ആരാണ്? മുഅ്തമനാണ്. അപ്പോൾ വിശ്വാസയോഗ്യമായിരിക്കണം ആര്? ബാങ്കി. എല്ലാ അണ്ടനും അടക്കൊണ്ടൊന്നുമില്ല. പിന്നെയോ സമയം അറിയുന്ന, നമസ്കാര സമയം തുടങ്ങിയെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള, പിന്നെ അമാനത്തുള്ള വ്യക്തിയായിരിക്കണം. ആളുകളുടെ വിവാദത്തോട് എന്ത് ചെയ്യാൻ പാടില്ല, അതല്ല
കളിക്കാൻ പാടില്ല അയാൾ. അപ്പോൾ പിന്നെ ആളുകൾ ഞാൻ മഹല്ലാരെ മുഴുവൻ പറ്റിക്കാൻ തീരുമാനിച്ചു എന്നിട്ട് പാതിരാത്രി 2 മണിക്ക് ബാങ്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായി, അതെന്താണ്? ഖിയാനത്താണ്, ചതിയാണ്. അപ്പോൾ അൽ മുഅദ്ദിൻ മുഅ്തമിനാണ്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ നല്ല ശബ്ദമുള്ള ആളായിരിക്കണം തുടങ്ങിയതായ ഹദീസിൻ്റെ ലഫ്ലുകൾ വെച്ചിട്ടാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. ഇദാ ഹദറത്തി സ്വലാ ഫൽയുഅദ്ദിൻ ലക്കും അഹദുക്കും, നിങ്ങളിൽ ഒരാൾ നിങ്ങൾക്ക് ബാങ്ക് വിളിക്കട്ടെ. തയ്യിബ്, അതാണ് ഒന്നാമത്തെ ഹദീസ്. അൻ മാലിക് ഇബ്നുൽ ഹുവൈരിസ് റളിയല്ലാഹു അൻഹു ഖാല ലനാ അൻ-നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹദറത്തി സ്വലാത്തു ഫൽയുഅദ്ദിൻ ലക്കും അഹദുക്കും. അൽ ഹദീസ്, ഈ ഹദീസിൻ്റെ ബാക്കിയുണ്ട്. അഖ്റജഹു സബ്അ. ഇനി അടുത്ത ഹദീസ് അൻ ജാബിരിൻ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലി ബിലാലിൻ ഇദാ അദ്ദൻത ഫതറസ്സൽ വഇദാ അഖംത ഫഹ്ദുർ വജ്അൽ ബൈന അദാനിക വഇഖാമതിക ഖദ്റ മാ യഫ്റഗുൽ ആകിലു മിൻ അക്ലിഹി. അൻ ജാബിരിൻ, ജാബിർ നമുക്ക് വന്ന റാവിയാണ്. ജാബിർ നമ്മൾ മുമ്പ് പരാമർശിക്കപ്പെട്ട റാവിയാണ്. ജാബിർ ഇബ്നു അബ്ദില്ല, ജാബിർ റളിയല്ലാഹു അൻഹു, ജാബിർ ഇബ്നു അബ്ദില്ല അൽ മദനി അൽ അൻസാരി. ജാബിർ റളിയല്ലാഹു തആല അൻഹു നിവേദനം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലി ബിലാലിൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാലിനോട് പറഞ്ഞു. ഖാല ലി ബിലാലിൻ, ബിലാലിനോട് പറഞ്ഞു. ബിലാൽ റസൂലുള്ളാഹിന്റെ മുഅദ്ദിൻ, ബിലാൽ ഇബ്നു റബാഹ്. എന്താ ബിലാലിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഇദാ അദ്ദൻത ഫതറസ്സൽ, ഇദാ അദ്ദൻത നിങ്ങൾ ബാങ്ക് വിളിച്ചാൽ, ഇദാ അദ്ദൻത നിങ്ങൾ ബാങ്ക് വിളിച്ചാൽ, ഫതറസ്സൽ, തറസ്സൽ എന്ന് പറഞ്ഞാൽ ഫതമഹൽ, നിങ്ങൾ സാവകാശത്തിലാക്കുക, സാവകാശം ബാങ്ക് വിളിക്കുക. തറസ്സൽ അല റിസ്ലിക് എന്നൊക്കെ പറയാം അറബിയിൽ. അല റിസ്ലിക്, അത് ഇതിൽ നിന്നൊന്നാണ്. തറസ്സല എന്നാണ് തമഹല അല റിസ്ലിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുമ്പോൾ സഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വന്ന സംഭവം ഉണ്ടല്ലോ, സഫിയ റളിയല്ലാഹു തആല അൻഹ. അപ്പോൾ സഫിയനോട് റസൂൽ അങ്ങനെ സംസാരിക്കുമ്പോഴാണ് 2 അൻസാരികൾ ആ വഴി വന്നത്. അപ്പോൾ അവർ റസൂലുള്ള അവരോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവർ പെട്ടെന്ന് പോയി സ്പീഡിൽ അവിടുന്ന് സ്ഥലം കാലിയാക്കണം. അപ്പോൾ റസൂൽ പറഞ്ഞാൽ അല അരീസിലേക്കുമാ, എന്താ അതിൻ്റെ അർത്ഥം? പെട്ടെന്ന് പോകണ്ട, അവിടെ സാവകാശത്തിൽ നിൽക്കാൻ പറഞ്ഞു, സാവകാശം കാണിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ് ഇതിൻ്റെ ഭാര്യ പിന്നെ സഫിയയാണെന്ന് പറഞ്ഞു. അവിടെ പ്രയോഗിച്ചത് അല അരീസിലേക്കുമാന്നാണ്. ഈ റിസിൽ ഉണ്ടോ, അത് ഈ തറസ്സൽ അത് ഇറ്റ് ബന്ധപ്പെട്ടതാണ്. ഫതറസ് ഇതാ അദ്ദൻത നീ ബാങ്ക് വിളിച്ചാൽ, ഫതറസ്സൽ സാവകാശത്തിൽ ബാങ്ക് വിളിക്കുക, സാവകാശമാക്കുക. വഇദാ അഖംത നീ ഇഖാമത്ത് വിളിച്ചാൽ, അഖംത എന്ന് പറഞ്ഞാൽ ഇഖാമത്ത് വിളിച്ചാൽ, അഖംത താങ്കൾ ഇഖാമത്ത് കൊടുത്താൽ, വലൈക്കും സലാം, ഫഹ്ദുർ, ഫഹ്ദുർ എന്ന് പറഞ്ഞാൽ ദ്രുതഗതിയിലാക്കുക, വേഗത്തിലാക്കുക. ഉഹ്ദുർ ഹദർ എന്ന് പറഞ്ഞാൽ ദ്രുതഗതി. ഫഹ്ദുർ നിങ്ങൾ ദ്രുതഗതിയിലാക്കുക, പെട്ടെന്നാക്കുക, വേഗത്തിലാക്കുക. വജ്അൽ ബൈന അദാനിക വഇഖാമതിക, വജ്അൽ നിങ്ങളാക്കുക, ബൈന അദാനിക് നിങ്ങളുടെ ബാങ്കിൻ്റെയും വഇഖാമതി ഇഖാമത്തിൻ്റെയും ഇടയിൽ, ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലുള്ള സമയം എത്രയെന്ന് പറയണേ. ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിൽ ആക്കുക. ഖദ്റ മാ യഫ്റഗുൽ ആകിലു മിൻ അക്ലിഹി, ഖദ്ർ എന്ന് പറഞ്ഞാൽ തോത്. ഖദ്റ മാ യഫ്റഗു, യഫ്റഗു വിരമിക്കുക, മാ യഫ്റഗു വിരമിക്കുന്ന അത്ര. അൽ ആക്കിൽ എന്ന് പറഞ്ഞാൽ തിന്നുന്നവൻ, മിൻ അക്ലിഹി എന്ന് പറഞ്ഞാൽ തൻ്റെ തീറ്റ. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നവൻ തൻ്റെ ഭക്ഷണത്തിൽ നിന്ന് വിരമിക്കുന്ന തോത്, സമയം താങ്കളുടെ ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിൽ താങ്കൾ നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പം അതിൻ്റെ അർത്ഥം? ബാങ്ക് കൊടുത്തിട്ട് ഇഖാമത്ത് വിളിക്കുന്നതിൻ്റെ ഇടയിൽ എത്ര ഉണ്ടാകണം? പിന്നെ ഒരു ഭക്ഷണം കഴിക്കണ ഒരാൾ ഭക്ഷണം കഴിച്ച് തീരുന്ന വരെയുള്ള സമയം,
അത് നിശ്ചയിക്കാനാണ് പറഞ്ഞത്. വജ് അൽബൈന അദാനിക വ ഇക്കാമത്തിക്. ബിലാലിനോട് പറയല്ലേ, ബിലാലാണ് ബാങ്കി. അപ്പോൾ താങ്കളുടെ ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയിൽ എത്ര സമയം വേണം? ഖദറമായ ഫ്രഖുൽ ആക്കിലു മിൻ അക്കിലിഹി, ഭക്ഷണം കഴിക്കുന്നതിന് തൻ്റെ ഭക്ഷണത്തിൽ നിന്ന് വിരമിക്കുന്ന ഒരു ഖദർ സമയം, തോത്. ഈ ഹദീസ് റവാഹു തുർമുദി, ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്താണ്. വദഅഫഹു, തുർമുദി എന്ത് ചെയ്തിട്ടുണ്ട്? ഹദീസിനെ ദഈഫാക്കിയിട്ടുണ്ട്. ഹദീസ് ദുർബലാണ്, ഹദീസ് ദഈഫാണ്, ഇത് ദഈഫാണ്. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്തിട്ട് ഇമാം തുർമുദി തന്നെ അതിനെ ദഈഫാക്കിയിട്ടുണ്ട്. ഇമാം ബൈഹഖി, ഇബ്നു അദി ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അതിനെ ദഈഫാക്കിയിട്ടുണ്ട്. ഹദീസ് ദുർബലാണ്. കാരണം അതിൽ അബ്ദുൽ മുൻഇം എന്ന് പറഞ്ഞ റാവി ഉണ്ട്. അബ്ദുൽ മുൻഇം എന്ന റാവി ദുർബലനാണ്. അബ്ദുൽ മുൻഇം എന്ന റാവി ദുർബലനാണ് സനദിൽ. അതുകൊണ്ട് തന്നെ ഇമാം ബൈഹഖി, ഇബ്നു അദി, അതേപോലെ തന്നെ ഇമാം തുർമുദി ഇവരൊക്കെ ഇതിനെ ദഈഫാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഹദീസിൽ അതിൻ്റെ മാന നോക്കിയേ, ഹദീസിൻ്റെ ആശയം എന്താ? ഹദീസിൻ്റെ ആശയത്തിൽ പിന്നെ ഒരു തത്വമുണ്ട് അറബിയിൽ, ലിക്കുല്ലി മക്കാമിൻ മക്കാൽ. എന്താ ലിക്കുല്ലി മക്കാമിൻ മക്കാൽ? എല്ലാ സന്ദർഭത്തിനും എന്തുണ്ട്? ഓരോ ഭാഷയുണ്ട്, ഓരോ സംസാരമുണ്ട്. അതിനൊത്താണ് ആ സംസാരം. ഇപ്പോൾ ബാങ്ക് എന്തിനാ? ബാങ്ക് സമയമായി എന്നുള്ളത് അറിയിക്കാനാണ്, മനസ്സിലായി. ഇഖാമത്ത് എന്തിനാ? പള്ളിയിൽ എത്തിയവരോട് നിസ്കരിക്കാൻ നിൽക്കാൻ പറയാനാണ്, എത്തിയവരോട് നിസ്കരിക്കാൻ നിൽക്കാൻ പറയാൻ. അത് നീട്ടി മണിച്ച് പറയേണ്ട കാര്യമല്ല. കാരണം അവിടെ എത്തിയ ആളുകളോടാണ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ പെട്ടെന്ന് പറഞ്ഞാൽ തന്നെ അവർക്കറിയാം. അതേസമയം ബാങ്ക് വിട്ടുള്ളവർ വരാനാണ്. അപ്പോൾ വിദൂരങ്ങളിൽ കേൾക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? അല്പം സാവകാശത്തിൽ, മനസ്സിലായി, ശബ്ദം നീട്ടി നൽകണം. അതുകൊണ്ടാണ് ഇത് അദൻത ഫതറസ്സൽ, സാവകാശത്തിലാക്കാൻ പറഞ്ഞത്. കുറേ ആളുകൾ കുറേ ഭാഗങ്ങളിൽ കേൾക്കാൻ വേണ്ടിയിട്ട്, കൂടുതൽ ആളുകൾ കേട്ട് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇഖാമത്ത് അത് പിന്നെ എന്ത് ചെയ്യാൻ പറഞ്ഞു? വേഗത്തിൽ കൊടുക്കാൻ പറഞ്ഞു. കാരണം ഇഖാമത്ത് പള്ളിയിലെത്തിയവരോട് എന്ത് ചെയ്യാണ്? നിസ്കരിക്കാൻ നിൽക്കാൻ വേണ്ടിയിട്ട്, സഫ് കെട്ടി റെഡി ആകാൻ വേണ്ടിയിട്ട് പറയാണ്. പിന്നെ ഇഖാമത്തിൽ പരിഗണിക്കേണ്ട ഒരു ഭാഗം നിസ്കാരത്തിന് ഖദ് ഖാമത്തി സലാ എന്നുള്ളത് അറിയിക്കാനാണ്. അതുകൊണ്ട് അത് 2 പ്രാവശ്യം. അതേപോലെ അതേസമയം ബാങ്ക് അത് വിട്ടുന്നുള്ളവരൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അതിൻ്റെ ലഫ്ള് ആവർത്തിച്ച്, ഷഫാക്കിയിട്ട് ആവർത്തിച്ചു. ഇത് അദൻത ഫതറസ്സൽ വ ഇദ അഖംത ഫഹദുർ. ഷെയ്ഖ് അത്തിയ മുഹമ്മദ് സാലിം, ഷെയ്ഖ് അത്തിയ മുഹമ്മദ് സാലിം അറിയപ്പെട്ടൊരു പണ്ഡിതനായിരുന്നു മദീനത്ത്, മനസ്സിലായി. ഷെയ്ഖ് മുഹമ്മദ് അമീൻ ഷക്കീത്തിൻ്റെ പിന്നെ ശിഷ്യൻ. അത്തിയ മുഹമ്മദ് സാലിം പിന്നെ ഈ ഹദീസിൻ്റെ ഷറഹിൽ പറയാണ്, ഈ റസൂലുള്ള പറഞ്ഞില്ലേ ഇത് അദൻത ഫതറസ്സൽ, സാവകാശക്കാൻ. അതുകൊണ്ട് ചില ഗ്രാമങ്ങളിൽ ബാങ്കിനെ പള്ളിയിൽ നിർത്തണം എന്നുണ്ടെങ്കിൽ അരമണിക്കൂറൊക്കെ നീണ്ടിക്കണം എന്നാണ് ബാങ്ക്. സാവകാശത്തിലാക്കാൻ പറഞ്ഞില്ല. അപ്പോൾ ബാങ്ക് അരമണിക്കൂറൊക്കെ നീളം. ഒരാൾ അരമണിക്കൂർ നീളത്തിൽ ബാങ്ക് കൊടുത്താൽ ആലോചിച്ച് നോക്കാൻ എത്ര ഉണ്ടാവും? ദീർഘനേരം. കാരണം ഫതറസ്സൽ എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ദീർഘനേരം ബാങ്ക് കൊടുക്കുക. അപ്പോൾ അരമണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്നതാണ് ഒരു ബാങ്ക്. അത് പാടുണ്ടോ? അത് പാടുണ്ടോ? കാരണം സമയം, നിസ്കാരത്തിൻ്റെ സമയം കഴിഞ്ഞു പോകില്ലേ? മഗ്രിബൊക്കെ ഫജ്റൊക്കെ കണ്ട് പോവും. അപ്പോൾ പിന്നെ അവിടെ തെറസെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പിന്നെ ഈ പിന്നെ ഒരു പാകത്തിന് എന്നുള്ളതാണ്. ഖൈറുൽ ഉമൂരി ഔസത്തുഹ. വജഅൽ ബൈന അദാനിക വ ഇഖാമതിക ഖദറമായ ഫ്രഖുൽ ആകിലു മിൻ അകിലിഹി. തിന്നുന്ന ഒരാൾ ഭക്ഷണത്തിൽ നിന്ന് വിരമിക്കുന്ന സമയം ബാങ്കിൻ്റെ ഇഖാമത്തിൻ്റെ ഇടയിൽ ആക്കാനാണ് പറഞ്ഞത്. ചിലവർക്ക് തിന്നാൽ രാത്രി 9:00 തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നീട്ട തീറ്റക്കാരൻ, മനസ്സിലായി, വർത്താനം പറഞ്ഞ് ഇങ്ങനെ തിന്നും. അതല്ല ഉദ്ദേശം. പിന്നെ ഒരു മാന്യനായ ഒരു വ്യക്തി ഭക്ഷണം കഴിക്കാത്ത സമയം വേണം. ആ ഒരു സമയമാണ് അവിടെ ഉദ്ദേശം. വജഅൽ ബൈന അദാനിക വ ഇഖാമതി ഖദറമായ ഫ്രഖുൽ ആകിലു മിൻ അകിലിഹി. ഏതായാലും ഹദീസ് ദുർബലാണ്. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്തിട്ട് അദ്ദേഹം അത് ദഈഫാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഹദീസ്, വലൗ അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ യുഅദ്ദിനു ഇല്ലാ മുതവദ്ദി. വലഹു എന്ന് പറഞ്ഞാൽ വലി തുർമുദി. വലഹു എന്ന് പറഞ്ഞാൽ ഇവിടെ അദ്ദേഹത്തിനുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്താരാ? തുർമുദി അല്ലേ? വലഹു എന്ന് പറഞ്ഞാൽ വലി തുർമുദി. ഇമാം തുർമുദിക്കുണ്ട് മറ്റൊരു ഹദീസ്. ആരിൽ നിന്ന്? അന്ന അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം തുർമുദിക്കുണ്ട്.
എന്ത്? അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? ലാ യുഅദ്ദിനു ഇല്ലാ മുതവദ്ദി, ലാ യുഅദ്ദിനു ബാങ്ക് വിളിക്കുകയില്ല ഇല്ലാ മുതവദ്ദി, ആരല്ലാതെ? വുദു ചെയ്തവനല്ലാതെ. അപ്പോൾ വുദു ചെയ്തവനല്ലാതെ ബാങ്ക് വിളിക്കുകയില്ല. അതിൻ്റെ അർത്ഥം എന്താ? ശുദ്ധി വേണം, ബാങ്ക് വിളിക്കാൻ ശുദ്ധി വേണം എന്നുള്ളതാണ്. പക്ഷേ ഈ ഹദീസ് എന്താണ്? ഇത് ഇമാം തുർമുദ് റിപ്പോർട്ട് ചെയ്തിട്ട് ഈ ഹദീസിനെയും ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. ഹദീസ് ദുർബലാണ്. അപ്പോൾ പിന്നെ ബാങ്ക് വിളിക്കാൻ ശുദ്ധി പ്രതിഫലാർഹാണെന്ന് പറയാം, മുസ്തഹബാണെന്ന് പറയാം. പണ്ഡിതന്മാർ പിന്നെ ഭൂരിപക്ഷം പക്ഷക്കാരാണ്. പക്ഷെ ഷർത്താണെന്ന് പറയാൻ പറ്റില്ല. ബാങ്ക് ശരിയാകണമെങ്കിൽ ശുദ്ധി ഷർത്ത് എന്ന് പറയാൻ പറ്റില്ല. ശുദ്ധി ഇല്ലാതെ ബാങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും ബാങ്ക് വിളി ശരിയാകും. ഈ ഹദീസിൻ്റെ ഇതിലെ ഇഷ്കാല്, അബൂ ഹുറൈറയിൽ നിന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇമാം സുഹരിയാണ്, ഇമാം സുഹരി. അതുകൊണ്ട് തന്നെ ഇമാം സുഹരിയുടെയും അബൂ ഹുറൈറേൻ്റെയും ഇടയിൽ കണ്ണി മുറിഞ്ഞിട്ടുണ്ട് ഹദീസ്. അതുകൊണ്ടാണ് ഈ ഹദീസ് ദുർബലം. അസ്തഗ്ഫിറുല്ലാഹ്. പിന്നെ അബൂ ഹുറൈറയിൽ നിന്ന് ഈ ഹദീസ് ഇമാം സുഹരിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇമാം മുഹമ്മദ് ഇബ്നു ഷിഹാബിൻ സുഹരി, അബൂ ഹുറൈറയുടെയും ഇമാം മുഹമ്മദ് ഇബ്നു ഷിഹാബിൻ സുഹരിയുടെയും ഇടയിൽ ഹദീസ് കണ്ണി മുറിഞ്ഞതുകൊണ്ട് സനദിൽ ഇൻഖിതാ ഉണ്ട്, കണ്ണി മുറിഞ്ഞതാണ്. അതുകൊണ്ട് ഈ ഹദീസ് ദുർബലാണ്. ഇമാം തുർമുദി അതുകൊണ്ട് ഈ ഹദീസിനെ ദുർബലാക്കി. അതുകൊണ്ടാണ് ഈ ഹദീസ് ദഈഫാണ്. തയ്യിബ്. അടുത്ത ഹദീസ്, വലഹു അൻ സിയാദ് ബിനുൽ ഹാരിസ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമൻ അദ്ദന ഫഹുവ യുഖീം, വമൻ അദ്ദന ഫഹുവ യുഖീം. വലഹു എന്ന് പറഞ്ഞാൽ തന്നെ, വലഹു എന്ന് പറഞ്ഞാൽ വലി തുർമുദി, ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യാണ്. ഇമാം തുർമുദി അദ്ദേഹത്തിനുണ്ട് മറ്റൊരു ഹദീസ്. ആരിൽ നിന്ന്? അൻ സിയാദ് ബിനുൽ ഹാരിസ്, സിയാദ് ബിനുൽ ഹാരിസിൽ നിന്ന്. സിയാദ് ബിനുൽ ഹാരിസ് അദ്ദേഹം പിന്നെ സിയാദ് ബിനുൽ ഹാരിസ് സദായി എന്നാണ് അദ്ദേഹത്തിൻ്റെ. പിന്നെ സദാ എന്ന് പറഞ്ഞിട്ട് യമനിലൊരു ഗ്രാമമുണ്ട്, ഹദർമൗത്തിൻ്റെ ഭാഗത്ത്. ആ ഭാഗത്തു നിന്ന് അദ്ദേഹം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പിന്നെ വരികയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വെച്ച് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ടൊരു ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാനതിൻ്റെ മനസ്സിലുണ്ട്, ഓർമ്മയിലില്ല അപ്പം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പിന്നെ സദായി എന്നാ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ യാ സാഹിബ സദാ എന്ന് വിളിച്ചത് പിന്നെ ആ സംഭവത്തിൽ റിപ്പോർട്ടുണ്ട്, സാഹിബ സദാ. ഏതായാലും സിയാദ് ബിനുൽ ഹാരിസ് അദ്ദേഹത്തിൽ നിന്ന് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ മരണത്തീയതി പിന്നെ ഹദീസ് പിന്നെ ഈ റിജാലുകളെക്കുറിച്ചുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിൽ നൽകിയിട്ടില്ല എന്ന് മരിച്ചു എന്നുള്ളത്. പക്ഷേ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ ഖൗമിനോടൊത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നതും അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വമൻ അദ്ദന ഫഹുവ യുഖീം, വമൻ അദ്ദന, മൻ അദ്ദന ആരാണോ ബാങ്ക് വിളിച്ചത്, ഫഹുവ അയാൾ യുഖീം ഇഖാമത്ത് നൽകട്ടെ, ഇഖാമത്ത് നൽകട്ടെ. വമൻ അദ്ദന ആരാണോ ബാങ്ക് വിളിച്ചത്, ഫഹുവ യുഖീം അയാൾ ഇഖാമത്ത് വിളിക്കട്ടെ, ഇഖാമത്ത് നൽകട്ടെ. അപ്പോൾ ഈ ഹദീസിൻ്റെ തേട്ടം എന്താ? ബാങ്ക് വിളിച്ചാലാണ് എന്ത് ചെയ്യേണ്ടത്? ഇഖാമത്ത് കൊടുക്കേണ്ടത്. ഈ ഹദീസും ദുർബലാണ്, ഹദീസ് ദഈഫാണ്. വദഅഫഹു, ഈ ഹദീസിനെ ഇമാം തുർമുദി ദഈഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിലാണ് അബ്ദുറഹ്മാൻ അൽ ഇഫ്രീഖി എന്ന് പറഞ്ഞ റാവി ഉള്ളത്. അബ്ദുറഹ്മാൻ അൽ ഇഫ്രീഖി എന്ന റാവി ദുർബലനാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഹദീസ് രേഖപ്പെടുത്തൂല എന്ന്. ബാങ്ക് വിളിച്ച ആൾ തന്നെ ഇഖാമത്ത് നൽകട്ടെ എന്നാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. അതിനനുസരിച്ചാണ് ഇന്ന് ലോകത്തൊക്കെ അമൽ അല്ലേ. ബാങ്ക് വിളിച്ച ആരാണോ അയാൾ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? ഇഖാമത്ത് കൊടുക്കുന്നത്. പക്ഷേ പിന്നെ അത് ഷർത്തൊന്നുമല്ല. ബാങ്ക് വിളിച്ച ആൾ തന്നെ ഇഖാമത്ത് കൊടുക്കണം എന്നുള്ളത് ഷർത്തോ നിർബന്ധമൊന്നുമല്ല. മനസ്സിലായോ? കാരണം എന്താ? പിന്നെ ചില ഹദീസുകളിൽ ഒരാൾ ബാങ്ക് വിളിച്ച് വേറൊരാൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇഖാമത്ത് കൊടുത്തു എന്നുള്ളത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ബാങ്ക് കൊടുത്ത ആളല്ലാതെ വേറെ ആൾ ഇഖാമത്ത് കൊടുത്തത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതിൽപ്പെട്ടാണ് ഇനിയിപ്പോൾ നമ്മൾ ഈ പറയാൻ പോണ സംഭവം. ബിലാൽ റളിയല്ലാഹു തആല ബാങ്ക് വിളിച്ച്
എന്നിട്ട് അബ്ദുല്ലാ ഇബ്നു സെയ്ദ് ഉണ്ടല്ലോ, അദ്ദേഹം ഇഖാമത്ത് കൊടുത്തത് സഹിഹായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഹദീസിൻ്റെ ഒന്നാമത് ഹദീസ് ദുർബലാണ്. ഭൂരിപക്ഷം പണ്ഡിതന്മാരും ബാങ്ക് കൊടുത്ത ആൾ ഇക്കാമത്ത് വിളിക്കാം എന്ന് പറയാമെന്നല്ലാതെ അത് പിന്നെ ബാങ്ക് സഹിയാകാനോ ഇക്കാമത്ത് സഹിയാകാനോ ഷർത്തൊന്നുമല്ല. ഒമൻ അദന ഫഹുവ യുഖീം, ഈ ഹദീസും ദഈഫാണ്. ഇനി വലി അബീ ദാവൂദ് അൻ അബ്ദുല്ലാഹി ഇബ്നു സൈദിൻ അന്നഹു ഖാൽ, വലി അബീ ദാവൂദ, അബൂദാവൂദിനുണ്ട്. ഇവിടെയൊക്കെ തുർമുദിയാണ്, ഇതൊക്കെ തുർമുദിയാണ് ഈ മൂന്ന് ഹദീസും. വലി അബീ ദാവൂദ, അബൂദാവൂദിനൊരു ഹദീസുണ്ട്. ആരിൽ നിന്ന്? അൻ അബ്ദുല്ലാഹി ഇബ്നു സെയ്ദിൻ, അബ്ദുല്ലാഹി ഇബ്നു സെയ്ദിൽ നിന്ന്. അന്നഹു ഖാൽ, അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് പറഞ്ഞു. ഈ അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് നമുക്ക് വന്ന റാവിയാണ്. അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് ഇബ്നു എന്താ അബ്ദി റബ്ബിഹി, ഇദ്ദേഹമാണ് പിന്നെ ബാങ്കിൻ്റെ വിഷയത്തിൽ സ്വപ്നം കണ്ടത്. നമ്മൾ ആദ്യം പറഞ്ഞ് വിശദീകരിച്ചിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ്. ഈ സഹാബിയാണ് ബാങ്കിൻ്റെ വിഷയത്തിൽ സ്വപ്നം കണ്ടത്. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വപ്നം അനുസരിച്ചാണ് പിന്നെ ഉമർ റളിയല്ലാഹു തആല അൻഹു സ്വപ്നം കണ്ടത് പറഞ്ഞത് തുടങ്ങിയ വിഷയം. അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് ബിൻ അബ്ദി റബ്ബിഹി അന്നഹു ഖാൽ, അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് ബിൻ അബ്ദി റബ്ബിഹി പറഞ്ഞു, അന റഅയ്തുഹു, അന ഞാൻ, റഅയ്തുഹു യാനി അൽ അദാൻ, ബാങ്ക് വിളിയെ ഞാൻ കണ്ടു. ഞാൻ കണ്ടാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടു എന്നർത്ഥം. അന ഞാൻ, റഅയ്തുഹു ബാങ്ക് വിളിയെ സ്വപ്നത്തിൽ കണ്ടു. വ അന കുൻതു ഉരീദുഹു, അദ്ദേഹം പറയണം വ അന കുൻതു ഞാൻ ആയിരുന്നു, ഉരീദുഹു ബാങ്ക് വിളിക്കാൻ ഉദ്ദേശിച്ചിരുന്നു. ഉരീദുഹു എന്ന് പറഞ്ഞാൽ ഉരീദുൽ അദാൻ എന്നർത്ഥം, ബാങ്ക് വിളി ഞാൻ ഉദ്ദേശിച്ചിരുന്നു. ഖാല, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫ അഖിം അൻത, എങ്കിൽ നിങ്ങൾ ഇഖാമത്ത് വിളിക്കുക. ഫ അഖിം അൻത എന്താണ്? ഫ അഖിം എന്ന് പറഞ്ഞാൽ എങ്കിൽ ഇഖാമത്ത് വിളിക്കുക, അൻത നിങ്ങൾ. തയ്യിബ്. അപ്പോൾ ഇവിടെ വലി അബീ ദാവൂദ് അൻ അബ്ദുല്ലാഹി ഇബ്നു സെയ്ദിൻ അന്നഹു ഖാൽ, ഇവിടെ ഈ ഇതിൻ്റെ സന്ദർഭം എന്താണെന്ന് പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഇദ്ദേഹം പറയാണ് ഞാൻ സ്വപ്നം കണ്ട് ബാങ്കിൻ്റെ ലഫ്ലുകൾ എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഇദ്ദേഹം ബാങ്കിൻ്റെ ലഫ്ലുകൾ സ്വപ്നം കണ്ടത് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബിലാലിനെ പഠിപ്പിക്കുന്നതാണ്. കാരണം ബിലാലാണ് നിങ്ങളെക്കാൾ ശബ്ദമുള്ള വ്യക്തി, അതുകൊണ്ട് നിങ്ങൾ ബിലാലിനെ പഠിപ്പിക്കുകയും എന്ന് അബ്ദുല്ലാഹി ഇബ്നു സെയ്ദിനോട് പറഞ്ഞു. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് റസൂലുള്ളാഹിനോട് പറയണം, അന റഅയ്തുഹു, ഞാൻ ബാങ്ക് വിളി സ്വപ്നം കണ്ടു. വ അന കുൻതു ഉരീദുഹു, ബാങ്ക് വിളി ഞാൻ ഉദ്ദേശിച്ചതാണ്, എനിക്ക് ബാങ്ക് കൊടുക്കണം എന്നായിരുന്നു എൻ്റെ ഉദ്ദേശം. ഇതാരോട് പറഞ്ഞു? അദ്ദേഹം തൻ്റെ ആഗ്രഹം അദ്ദേഹം പറഞ്ഞു. കാരണം അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫ അഖിം അൻത, എങ്കിൽ നിങ്ങൾ ഇഖാമത്ത് കൊടുത്തോളി എന്ന് പറഞ്ഞു. മനസ്സിലായോ? ഇത് അബൂദാവൂദിൻ്റെ റിവായത്താണ്. ഈ റിവായത്ത് കൊടുത്തതിന് ശേഷം എന്താ പറഞ്ഞത്? വദഅഫഹുന വഫീഹി ദഅഫുൻ, വഫീഹി ദഅഫുൻ പറഞ്ഞാൽ അതിൽ ദുർബലത ഉണ്ട്, ഈ ഹദീസിലും ദുർബലത ഉണ്ട്. കാരണം ഈ ഹദീസ് മുഹമ്മദ് ഇബ്നു ഉമർ അൽ വാഖിഫി എന്ന് പറയുന്ന റാവിയാണ് ഇതിൽ ഉള്ളത്. അദ്ദേഹം കാരണത്താൽ ഈ ഹദീസ് ദുർബലാണ്. മുഹമ്മദ് ഇബ്നു ഉമർ അൽ വാഖിഫി, അതാണ് ഇതിൻ്റെ ദുർബലതയ്ക്ക് കാരണം, ഈ ഹദീസിൻ്റെ ദുർബലതയ്ക്ക് കാരണം. അതുകൊണ്ടാണ് പിന്നെ വഫീഹി ദഅഫുൻ എന്ന് ഇബ്നു ഹജർ പറഞ്ഞത്. ഈ ഹദീസിൽ ദുർബലത ഉണ്ട്. കാരണം ഈ റാവി മുഹമ്മദ് ബിൻ ഉമർ അൽ വാഖിഫി എന്ന റാവി അതിലുള്ളതുകൊണ്ട്. ഇവിടെ അന റഅയ്തുഹു യനിൽ അദാൻ വ അന കുൻതു ഉരീദുഹു ഖാല ഫഅഖിം അൻത, എങ്കിൽ നിങ്ങൾ ഇഖാമത്ത് കൊടുക്കാൻ പറഞ്ഞു. പക്ഷേ പിന്നെ ഇദ്ദേഹം ബാങ്ക് വിളി സ്വപ്നം കണ്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാലിനോട് ഇദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ആ കണ്ട ബാങ്ക് ബിലാലിനെ പഠിപ്പിക്കാൻ, എന്നിട്ട് ബിലാലിനോട് ബാങ്ക് വിളിക്കാൻ പറഞ്ഞു. ഇദ്ദേഹത്തോട് ഇഖാമത്ത് വിളിക്കാനും പറഞ്ഞു. അതും ഹദീസിൽ സഹിയായി വന്നിട്ടുണ്ട്, ചില റിപ്പോർട്ടുകളിൽ സഹിയായി വന്നിട്ടുണ്ട്. ഇബ്നു ഹജറിന് അദ്ദിറായ എന്ന് പറഞ്ഞിട്ടൊരു കിതാബുണ്ട്. ഇബ്നു ഹജറിന് അദ്ദിറായ എന്ന കിതാബിൽ ഇബ്നു ഹജർ ആ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ബിലാൽ റളിയല്ലാഹു തആല ബാങ്ക് വിളിച്ചു. പിന്നെ ഈ അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് അദ്ദേഹം ഇഖാമത്തും വിളിച്ചു. മനസ്സിലായില്ലേ? അത് സഹിയാണ്. ഇവിടെ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു തത്വം, ഒന്ന് പിന്നെ സഹാബികൾക്ക് ഒരു സൽപ്രവർത്തിക്കുള്ള അവരുടെ ആഗ്രഹം. ബാങ്ക് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, പിന്നെ വലൗ അലിമന്നാസ് മാ ഫിൻ നിദാഇ വസ്സഫിൽ അവൽ, ബാങ്ക് വിളിയിലും ഒന്നാമത്തെ സഫിലുമുള്ള പ്രതിഫലം ആളുകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്താ, ലസ്തഹമു അലൈഹി എന്നാണ്, അവരതിന് നറുക്കെടുക്കുമായിരുന്നു എന്ന്.
ബാങ്ക് വിളിക്കാൻ വേണ്ടിയിട്ട് നറുക്കെടുപ്പ് നടത്തുമായിരുന്നു എന്നാണ്. അത്ര പ്രതിഫലമുള്ള സംഗതിയാണ് ബാങ്ക് വിളി. അതുകൊണ്ടാണ് ബാങ്ക് വിളിക്കാൻ എന്ത് ചെയ്ത് ഇദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചത്. അപ്പോൾ നന്മ കൊയ്യാനുള്ള സഹാബത്തിൻ്റെ ആഗ്രഹമാണ് ഇവിടെ അറിയിക്കുന്നത്. ഒന്നത്. രണ്ടാമത്തേത് മസ്ലഹത്തുൻ ഖാസത്തും ഉണ്ട്, മസ്ലഹത്തുൻ ആമത്തും ഉണ്ട്. എന്താ മസ്ലഹ ഖാസ പറഞ്ഞാൽ? മസ്ലഹ ഖാസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈയക്തികമായ നന്മകൾ, മനസ്സിലായി? അതാണ് മസ്ലഹ ഖാസ. പിന്നെ മസ്ലഹ ആമ ഉണ്ട്. എന്താ മസ്ലഹ ആമ? പൊതു നന്മകൾ. മസ്ലഹത്തുൻ ഖാസയും മസ്ലഹത്തുൻ ആമയും വരുമ്പോൾ ഏതിനാണ് മുന്തിപ്പിക്കുക? മസ്ലഹത്തുൻ ആമയാണ് മുന്തിപ്പിക്കുക. ഒരാൾക്ക് വൈയക്തികമായിട്ടുള്ളൊരു നന്മ, അതേപോലെ പൊതു നന്മ, ഇത് രണ്ടും ഒന്നിച്ച് വരുമ്പോൾ ഏതിനാണ് മുന്തിപ്പിക്കേണ്ടത്? മസ്ലഹത്തുൻ ആമയെയാണ്. അതിന് ഈ തത്വത്തിന് ഇതിൽ തെളിവുണ്ട്. ബിലാലിൻ്റെ അതേപോലെ അബ്ദുല്ലാഹി ഇബ്നു സെയ്ദിൻ്റെ ഈ സംഭവത്തിൽ എന്താ തെളിവ്? സെയ്ദ് ബാങ്ക് കൊടുക്കുക എന്നുള്ളത് അത് മസ്ലഹത്തുൻ ഖാസാണ്. അദ്ദേഹത്തിന് കൂലി കിട്ടണം, തനിക്ക് കൂലി കിട്ടണം, അതുകൊണ്ട് തനിക്ക് ബാങ്ക് കൊടുക്കണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മസ്ലഹ ഖാസാണ്. പക്ഷെ റസൂലുള്ളാഹി നോക്കിയത് എന്താ? മസ്ലഹ ആമയാണ്. കാരണം എന്താ? ഒച്ചത്തിൽ ബാങ്ക് വിളിച്ചിട്ടുണ്ട് എങ്കിൽ എന്തായി? കൂടുതൽ ആളുകൾ കേൾക്കുകയും എല്ലാവർക്കും ഉപകാരപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ സെയ്ദിൻ്റെ അൽ മസ്ലഹത്തുൻ ഖാസയേക്കാൾ റസൂലുള്ളാഹി മുന്തിപ്പിച്ചത് ഏതിനെയാണ്? മസ്ലഹത്തുൻ ആമയാണ്, പൊതു മസ്ലഹത്താണ്. അപ്പോൾ ഏതൊരു മസ്ലഹത്തുൻ ആമയാണോ മസ്ലഹത്തുൻ ഖാസയുമായി ഏറ്റുമുട്ടുന്നത്, ആ സന്ദർഭത്തിൽ മസ്ലഹത്തുൻ ആമയാണ് എന്ത് ചെയ്യേണ്ടത്? മുന്തിപ്പിക്കേണ്ടത്. പൊതു നന്മയാണ് അവിടെ പരിഗണിക്കേണ്ടത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ചെയ്തത്. ഈ അബ്ദുല്ലാഹി ഇബ്നു സെയ്ദിൻ്റെയും ബിലാലിൻ്റെയും സംഭവത്തിൽ ചെയ്തു. പിന്നെ ഈ ഹദീസ് മൂന്നാമത്തെ ഹദീസിൽ പറഞ്ഞ അദന ഫഹുവ യുഖീം, അത് പിന്നെ എന്തല്ല ഷർത്തൊന്നുമല്ല, അല്ലെങ്കിൽ അത് നിർബന്ധമല്ല. കാരണം എന്താ? ബിലാൽ ബാങ്ക് വിളിച്ചിട്ട് അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇഖാമത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മസലയിൽ ചില ഹദീസുകൾ തന്നെയാണ് പിന്നെ ബാങ്കിൻ്റെ ഇഖാമത്തിൻ്റെ വിഷയത്തിൽ ഇനി 1-2 ഹദീസുകൾ വരുന്നത്. അപ്പോൾ ചില നിയമങ്ങൾ കൂടി അതിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.